നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസസ്, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടേഴ്സ്, ഇതിലൊക്കെ ആൻറ്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഡിവൈസസും ഓൺലൈൻ ആക്ടിവിറ്റിയും എല്ലാം സേഫ് ആയിരിക്കുമെന്നാണ് സാധാരണ എല്ലാവരും പറയാറല്ലേ. പക്ഷേ ഇതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. ആൻറ്റിവൈറസ് വേണ്ടെന്നല്ല കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഡിവൈസുകളിലും ആൻറ്റിവൈറസ് ഉള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ ഡിവൈസുകളെയും ഓൺലൈൻ ആക്ടിവിറ്റിയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ കൊണ്ട് മാത്രം പറ്റത്തില്ല. എന്തുകൊണ്ടാണെന്നല്ലേ നമുക്കൊന്ന് നോക്കാം. മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ, നമ്മൾ നമ്മുടെ ചാനലിൽ സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. നമ്മൾ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡ് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കയറി നോക്കുക. നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ഉണ്ടാകും. സോ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനി കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഈ ആൻറ്റിവൈറസിലേക്ക് പോകുന്നതിന് മുമ്പേ എന്താണ് വൈറസ്? വൈറസ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമാണ്. ഈ ഒരു പ്രോഗ്രാം നമ്മൾ പോലും അറിയാതെ നമ്മുടെ കമ്പ്യൂട്ടറിൽ കയറും. എങ്ങനെയായിരിക്കും ഒരു വൈറസ് നമ്മുടെ കമ്പ്യൂട്ടറിൽ കയറുന്നത്? ഒന്ന്, നമ്മൾ ഏതെങ്കിലും ഒരു പൈറേറ്റഡ് സോഫ്റ്റ്വെയർ ടോറൻറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുമ്പോഴാവാം, അല്ലെങ്കിൽ നമ്മുടെ ഇമെയിൽ വരുന്ന എന്തെങ്കിലും ഒരു അറ്റാച്ച്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യുമ്പോഴാവാം. എന്തായാലും നമ്മുടെ കമ്പ്യൂട്ടറിൽ ഈ ഒരു വൈറസ് കയറിക്കഴിഞ്ഞാൽ അത് നമ്മുടെ കമ്പ്യൂട്ടറിനെ ഇൻഫെക്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും മലീഷ്യസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യും. മലീഷ്യസ് ആയിട്ടുള്ള ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ നോർമലായിട്ട് ചെയ്തുകൂടാത്ത കാര്യങ്ങൾ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഫയൽസ് ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കാര്യവും ഇല്ലാതെ ഒരു ഫോൾഡറിനകത്ത് വെറുതെ ഫയൽസും ഫോൾഡറും ഉണ്ടാക്കി നമ്മുടെ ഹാർഡ് ഡിസ്കിലെ സ്പേസ് കളയുക, നമ്മുടെ കമ്പ്യൂട്ടർ സ്ലോ ആക്കുക, ഇൻ്റർനെറ്റ് യൂസേജ് സ്ലോ ആക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മലീഷ്യസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് കൂടാതെ തന്നെ ഈ ഒരു വൈറസ് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും വേറൊരു കമ്പ്യൂട്ടറിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ നോക്കും. അത് പല രീതിയിലാവാം. ചിലപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു USB കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ വൈറസ് ആ ഒരു USB ഡിവൈസിനെ ഇൻഫെക്റ്റ് ചെയ്യും. എന്നിട്ട് ഈ ഒരു USB ഡിവൈസ് വേറൊരു കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ USB ഡിവൈസിൽ നിന്നും ഫ്രഷ് ആയിട്ടുള്ളൊരു കമ്പ്യൂട്ടറിനെ ഇൻഫെക്റ്റ് ചെയ്യും. ഒരു ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടർ മുഴുവൻ സ്കാൻ ചെയ്യും. എന്നിട്ട് ഇതുപോലത്തെ വൈറസുകൾ ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ ആ വൈറസുകളെ ഡിലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ നിർവീര്യമാക്കും. പക്ഷേ ഒരു ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ഒരു വൈറസിനെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറിൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ആൻറ്റി മാൽവെയർ എഞ്ചിനീയർ ഒരു വൈറസിനെ സ്റ്റഡി ചെയ്യുന്നു വെച്ചാൽ ഒരു വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമിനെ ഡൈസെക്റ്റ് ചെയ്ത് പല പാർട്ടാക്കിയിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്നേച്ചർ കണ്ടുപിടിക്കും. ഈ ഒരു സിഗ്നേച്ചറാണ് നമ്മുടെ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ വൈറസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ആ ഒരു വൈറസിനെ ഡിഫൈൻ ചെയ്യുന്നതും ആ ഒരു സിഗ്നേച്ചർ ആയിരിക്കും. നമ്മുടെ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് പുതിയ വൈറസിൻ്റെ സിഗ്നേച്ചർ നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയാണ്. എന്നിട്ട് ഈ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടർ സ്കാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച സിഗ്നേച്ചറുള്ള ഏതെങ്കിലും ഫയൽ ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ അതിനെ ഐസൊലേറ്റ് ചെയ്തിട്ട് അതിനെ നിർവീര്യമാക്കും, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യും. ഇങ്ങനെയാണ് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നത്. ഈ ടൈപ്പ് വൈറസ് ഡിറ്റക്ഷനെ സിഗ്നേച്ചർ ബേസ്ഡ് ഡിറ്റക്ഷൻ എന്നാണ് പറയുന്നത്. ഈ ഒരു ഡിറ്റക്ഷൻ അല്ലാതെ വേറെയും പല ടൈപ്പ് ഡിറ്റക്ഷൻ മെത്തേഡ് ഉണ്ട് ആൻറ്റിവൈറസിന്. ഒന്ന്, വൈറസിൻ്റെ ഫയൽ സ്ട്രക്ചർ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. രണ്ട്, വൈറസിൻ്റെ ബിഹേവിയർ സ്റ്റഡി ചെയ്തിട്ട് നമുക്ക് വൈറസിനെ കണ്ടുപിടിക്കാൻ പറ്റും. മൂന്ന്, സാൻഡ്ബോക്സിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കുണ്ട്. സാൻഡ്ബോക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഐസൊലേറ്റഡ് എൻവയോൺമെൻ്റ് ആണ്. അപ്പോൾ ഒരു ഫയൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു സാൻഡ് ബോക്സിനകത്ത് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് ഈ ഒരു ഫയൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മലീഷ്യസ് ആയിട്ടുള്ള ആക്ടിവിറ്റി നടക്കുന്നുണ്ടോ എന്ന് നോക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ ഫയൽ റൺ ചെയ്യുന്ന സമയത്ത് റിമോട്ടായിട്ട് വേറെ ഏതെങ്കിലും കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. അതുപോലെ ഏതെങ്കിലും സിസ്റ്റം ഫയൽ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് നോക്കും. അങ്ങനെ എന്തെങ്കിലും മലീഷ്യസ് ആയിട്ടുള്ള ആക്ടിവിറ്റി കാണുന്നുണ്ടെങ്കിൽ അതിനെ ഐസൊലേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള കുറേ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസ് മെഷീൻ ലേണിംഗ് അൽഗോരിതം വെച്ചിട്ട് വൈറസിനെ കണ്ടുപിടിക്കാനും ക്ലാസിഫൈ ചെയ്യാനും പറ്റുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ വൈറസുകളെ പറ്റി പറഞ്ഞായിരുന്നു അല്ലേ. പക്ഷേ ഈ വൈറസ് എന്ന് പറയുന്നത് പല ടൈപ്പ് മാൽവെയറുകളിൽ ഒരെണ്ണം മാത്രമാണ്. ഇതുപോലത്തെ വേറൊരു മാൽവെയറാണ് ട്രോജൻ എന്ന് പറയുന്നത് ഒരു ലെജിറ്റിമേറ്റ് സോഫ്റ്റ്വെയറിൽ ഒളിച്ചിരിക്കുന്ന മാൽവെയറാണ്. നമ്മളൊരു ലെജിറ്റിമേറ്റ് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഈ ട്രോജനും ഇൻസ്റ്റാൾ ആവും. എന്നിട്ട് ഈ ട്രോജൻ അതിൻ്റേതായ മലീഷ്യസ് ആക്ടിവിറ്റീസ് ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ സീക്രട്ട് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒരു അറ്റാക്കറിന് അയച്ചു കൊടുക്കും. അതാണ് ഈ ട്രോജൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ ടൊറൻറ്റ് വഴി പൈറേറ്റഡ് ആയിട്ടുള്ള സിനിമകളും സോഫ്റ്റ്വെയർസും ഗെയിംസും ക്രാക്ഡ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് 90% കേസുകളിലും ഒരു സോഫ്റ്റ്വെയറിൻ്റെ കൂടെ ഈ ഒരു ട്രോജനും കാണും. അതുകൊണ്ടാണ് ഒരിക്കലും ക്രാക്ഡ് വേർഷൻ, ഗെയിം ആണെങ്കിലും സോഫ്റ്റ്വെയർ ആണെങ്കിലും എന്താണെങ്കിലും ക്രാക്ഡ് അല്ലെങ്കിൽ പൈറേറ്റഡ് വേർഷൻ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യരുതെന്ന് പറയുന്നത്. ഇതുപോലത്തെ വേറൊരു മാൽവെയറാണ് വേം എന്ന് പറയുന്നത്.
വൈറസിനേക്കാൾ സ്പീഡിൽ സ്പ്രെഡ് ചെയ്യാനും ഇൻഫെക്റ്റ് ചെയ്യാനും പറ്റുന്നൊരു മാൽവെയറാണ് വേം. ഈ വേം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള എന്തെങ്കിലും ഒരു വൾണറബിലിറ്റീസ് എക്സ്പ്ലോയിറ്റ് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിനെ ഇൻഫെക്റ്റ് ചെയ്യുകയും ഈ ഒരു കമ്പ്യൂട്ടർ ഏതെങ്കിലും നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആണെങ്കിൽ നെറ്റ്വർക്ക് വഴി ആ ഒരു നെറ്റ്വർക്കിനകത്തുള്ള എല്ലാ കമ്പ്യൂട്ടറിനെയും ഇൻഫെക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇതുപോലെ സൈലൻ്റ് ആയിട്ട് പണിയിരുന്ന വേറൊരു മാൽവെയറാണ് സ്പൈവെയർ എന്ന് പറയുന്നത്. ഈ സ്പൈവെയർ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അറ്റാക്കറിന് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം അടിച്ചു മാറ്റാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കീ സ്ട്രോക്സ് ആയിട്ട് അവർക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ സെഷൻ കുക്കീസ്, നമ്മുടെ യൂസർ നെയിം, പാസ്വേഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് അടിച്ചു മാറ്റാൻ പറ്റും. പിന്നെ ഉള്ളത് ക്രിപ്റ്റോ മൈനേഴ്സ്. ക്രിപ്റ്റോ മൈനർ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ റിസോഴ്സസ്, റാം, പ്രോസസ്സിംഗ് പവർ ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് അറ്റാക്കറിന് വേണ്ടിയിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് ക്രിപ്റ്റോ കറൻസി മൈൻ ചെയ്യും. പിന്നെ ഉള്ളത് ബോട്ട് നെറ്റ്. ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിനെയാണ് റോബോട്ട് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഷോർട്ടാക്കി ബോട്ട് എന്ന് പറയും. ഈ ബോട്ട് ശരിക്കും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഗ്രാം തന്നെയാണ്. ഒരുപാട് കമ്പനീസും സർവീസസും ഈ ബോട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഗൂഗിൾ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു വെബ്സൈറ്റ് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഓൺലൈനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വെബ് പേജും ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഗൂഗിളിൻ്റെ ബോട്ട്സ് ആണ്. പക്ഷേ ഈ ബോട്ട്സ് നമുക്ക് ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾക്കും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഈ ഒരു ബോട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണെങ്കിൽ റിമോട്ടായിട്ടിരിക്കുന്ന ഒരു അറ്റാക്കറിൻ്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്റർ എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്റർ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ബോട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ബോട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ ഒരു നെറ്റ്വർക്കിനെ ബോട്ട് നെറ്റ് എന്ന് പറയുന്നു. ഈ ബോട്ട് നെറ്റിലുള്ള എല്ലാ കമ്പ്യൂട്ടറിനെയും കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്റർ യൂസ് ചെയ്തുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ഒരു ബോട്ട് നെറ്റ് സാധാരണ യൂസ് ചെയ്യാറ് ഡിനൈൽ ഓഫ് സർവീസ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഉള്ളത് റാൻസംവെയർ. റാൻസംവെയർ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള എല്ലാ വാല്യുബിൾ ആയിട്ടുള്ള ഡേറ്റയും എൻക്രിപ്റ്റ് ചെയ്യും. ആ എൻക്രിപ്റ്റ് ചെയ്ത ഡേറ്റ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എൻക്രിപ്റ്റ് ചെയ്ത ഡേറ്റ ഡീക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു കീ വേണം. പക്ഷേ ആ കീ വേണമെങ്കിൽ ഈ ഒരു അറ്റാക്കറിന് നമ്മൾ കുറച്ച് പൈസ അയച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ സാധാരണഗതിയിൽ പൈസ ആയിട്ടായിരിക്കത്തില്ല ചോദിക്കുന്നത്, അവർ ബിറ്റ് കോയിനായിട്ടായിരിക്കും ആവശ്യപ്പെടുക. ഇതുപോലത്തെ പല ടൈപ്പ് മാൽവെയർസ് ഇപ്പോൾ നമ്മളെ ടാർഗറ്റ് ചെയ്ത് നടപ്പുണ്ട്. പക്ഷേ റിയൽ ലൈഫ് സിനാറിയോ നോക്കുകയാണെങ്കിൽ ഈ പല ടൈപ്പ് മാൽവെയറിൻ്റെ കോമ്പിനേഷൻസ് വെച്ചിട്ടായിരിക്കും അറ്റാക്സ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2017 ആയിരക്കണക്കിന് ഡോളേഴ്സിൻ്റെ നാശനഷ്ടം വരുത്തിയ WannaCry റാൻസംവെയർ. 2017 സമയത്ത് എല്ലാ വിൻഡോസ് കമ്പ്യൂട്ടറിലും ഒരു വൾനറബിലിറ്റി ഉണ്ടായിരുന്നു. ആ ഒരു വൾനറബിലിറ്റി യൂസ് ചെയ്യുകയാണെങ്കിൽ, അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണെങ്കിൽ റിമോട്ടായിട്ടുള്ള ഒരു അറ്റാക്കറിന് ഒരു കമ്പ്യൂട്ടറിനെ, ഒരു വിൻഡോസ് റൺ ചെയ്യുന്ന കമ്പ്യൂട്ടറിനെ ഹാക്ക് ചെയ്യാനും അതിനെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാനും പറ്റുമായിരുന്നു. ഈ WannaCry മാൽവെയർ ഈ ഒരു വൾനറബിലിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് ഒരു കമ്പ്യൂട്ടറിനെ ഇൻഫെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കമ്പ്യൂട്ടർ കണക്ട് ചെയ്തിരിക്കുന്ന നെറ്റ്വർക്കിലുള്ള എല്ലാ വിൻഡോസ് കമ്പ്യൂട്ടറിലേക്കും ഒരു വേമിനെ പോലെ സ്പ്രെഡ് ചെയ്യുകയും ഇൻഫെക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇൻഫെക്റ്റ് ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടറിനകത്തുള്ള എല്ലാ ഡേറ്റയും എൻക്രിപ്റ്റ് ചെയ്യും. എന്നിട്ട് ഒരാൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് ഒരു മെസ്സേജ് മാത്രം വന്ന് നിൽക്കും. ഈ വൈറസിൻ്റെ അറ്റാക്കറിന് ഇത്രയും ബിറ്റ് കോയിൻ അയച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ഡേറ്റ ഡീക്രിപ്റ്റ് ചെയ്ത് പിന്നെയും റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കീ അയച്ചു തരുമെന്ന്. ഇതായിരുന്നു WannaCry റാൻസംവെയർ. പക്ഷേ ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള ഓൾമോസ്റ്റ് എല്ലാ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറുകളും വൈറസിനെ മാത്രമല്ല ടാർഗറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ ഏറെക്കുറെ എല്ലാ മാൽവെയർസിനെയും ഡീൽ ചെയ്യാൻ പറ്റും. പക്ഷേ മാൽവെയർസിനെ മാത്രമല്ല നമ്മളിപ്പോൾ പേടിക്കേണ്ടത്, വേറെയും ഒരുപാട് സൈബർ അറ്റാക്കുകളുണ്ടല്ലേ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു അല്ലേ, ഒരു അറ്റാക്കറിന് എന്ത് എളുപ്പമാണ് വേറൊരാളുടെ കമ്പ്യൂട്ടറിനെ ഹാക്ക് ചെയ്യാനും ഡേറ്റ എടുക്കാനും എന്ന് നമ്മളത് പ്രൂവ് ചെയ്ത് കാണിച്ചായിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ മറക്കണ്ട, അത് ഇവിടെ ഞാൻ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഒരു ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ആൻറ്റി മാൽവെയർ സോഫ്റ്റ്വെയറിനെ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരുപാട് അറ്റാക്കുകളുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നെറ്റ്വർക്ക് ലെവൽ അറ്റാക്സ്. ഒരു ആൻറ്റിവൈറസിന് അല്ലെങ്കിൽ ഒരു ആൻറ്റി മാൽവെയർ സോഫ്റ്റ്വെയറിന് ഒരു വൈറസ് അല്ലെങ്കിൽ മാൽവെയറിനെ കണ്ടുപിടിക്കണമെങ്കിൽ ആ ഒരു ഫയൽ അല്ലെങ്കിൽ ആ ഒരു ഫയലിൻ്റെ കോഡ് നമ്മുടെ കമ്പ്യൂട്ടറിൽ വരണമല്ലേ. പക്ഷേ നെറ്റ്വർക്ക് ലെവൽ അറ്റാക്കുകളുടെ കേസ് നോക്കുകയാണെങ്കിൽ ഈ ഫയൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ വരുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു കോഡ് നമ്മുടെ കമ്പ്യൂട്ടറിൽ വരുന്നില്ല. നെറ്റ്വർക്ക് ലെവലിലാണ് അറ്റാക്ക് കിടക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്. അതുപോലെ ആൻറ്റിവൈറസ് അല്ലെങ്കിൽ ആൻറ്റി മാൽവെയർ സോഫ്റ്റ്വെയറിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു അറ്റാക്കാണ് ഫിഷിംഗ് അറ്റാക്ക്. ഫിഷിംഗ് അറ്റാക്കും സാധാരണഗതിയിൽ ഒരു ആൻറ്റിവൈറസിന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷേ ആ ഫിഷിംഗ് അറ്റാക്ക് യൂസ് ചെയ്ത് എന്തെങ്കിലും ഒരു മാൽവെയർ നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് വന്നാൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള വൾനറബിൾ ആയിട്ടുള്ള കമ്പോണൻസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ സർവീസസ് റണ്ണിങ് ആണെങ്കിൽ അതൊരു ആൻറ്റി മാൽവെയർ സോഫ്റ്റ്വെയറിനെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല.
ഈ ഒരു വൾനറബിലിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്ത് വേണമെങ്കിൽ ഒരു ഹാക്കറിന് നമ്മുടെ കമ്പ്യൂട്ടറിനെ ടേക്ക് ഓവർ ചെയ്യാൻ പറ്റും. ഇതുപോലെയുള്ള ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ടുള്ള അറ്റാക്കുകളെ ഒരു ആൻറ്റി വൈറസ് അല്ലെങ്കിൽ ഒരു ആൻറ്റി മാൽവെയർ സോഫ്റ്റ്വെയറിന് മാത്രം നിന്നുകൊണ്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഉള്ള ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയറുകൾ വെറും ആൻറ്റി വൈറസ് ഡൗൺലോഡ് തരാതെ ടോട്ടൽ സെക്യൂരിറ്റി ബണ്ടിലായിട്ട് തരുന്നത്. ഒരു ടോട്ടൽ സെക്യൂരിറ്റി പാക്കേജ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ആൻറ്റി വൈറസ് ടൂൾ കൂടാതെ തന്നെ വേറെയും ഒരുപാട് സെക്യൂരിറ്റി കമ്പോണൻസ് ഇൻസ്റ്റാൾ ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആൻഡ് വൾനറബിൾ കമ്പോണൻസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കാനർ, അതുപോലെ നമ്മുടെ ക്രോം, ഫയർഫോക്സ് അതുപോലുള്ള ബ്രൗസേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ബ്രൗസർ ബേസ്ഡ് അറ്റാക്കുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഡ് ഓൺ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ, അതുപോലെ തന്നെ ഫയർവാൾ. ഈ ഫയർവാൾ യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് നെറ്റ്വർക്ക് അറ്റാക്കുകളിൽ നിന്ന് നമ്മുടെ ഡിവൈസുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ മൊബൈൽ ഫോണിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് പാക്കേജസ് അവൈലബിൾ ആണ്. ആ ഒരു പാക്കേജ് വെച്ചിട്ട് നമ്മൾ ഫേക്കായിട്ടുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അത് അലേർട്ട് വരും. അങ്ങനെ മാൽവെയർ കൂടാതെ തന്നെ ഒരു വൈഡർ ഏരിയയിൽ നമുക്ക് സൈബർ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ കിട്ടും. അതാണ് ടോട്ടൽ സെക്യൂരിറ്റിയുടെ ഗുണം എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ആൻറ്റിവൈറസ് കമ്പനികളും ആൻറ്റിവൈറസ് ടൂൾ ഇപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടാണ് തരാറ്. ഞാൻ മുമ്പ് അവാസ്റ്റിൻ്റെ ആൻറ്റിവൈറസ് ആയിരുന്നു ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഫ്രീ ആണ്. പിന്നെ ഒരു 2 വർഷം മുമ്പ് ബിറ്റ് ഡിഫെൻഡറിൻ്റെ ടോട്ടൽ സെക്യൂരിറ്റിയിലേക്ക് മാറി. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ബിറ്റ് ഡിഫെൻഡറിൻ്റെ കൺട്രോൾ പാനലാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ആൻറ്റിവൈറസ് മാത്രമല്ലല്ലേ, ഇവിടെ അഡ്വാൻസ് ത്രെറ്റ് ഡിഫെൻസ് ഉണ്ട്, ഓൺലൈൻ ത്രെറ്റ് പ്രിവെൻഷൻ ഉണ്ട്, വൾനറബിലിറ്റി സ്കാനർ ഉണ്ട്, ഫയർവാൾ ഉണ്ട്, റാൻസംവെയർ റെമഡിയേഷൻ ഉണ്ട്, ആൻറ്റി സ്പാം ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ബിറ്റ് ഡിഫെൻഡറിൻ്റെ ടോട്ടൽ സെക്യൂരിറ്റിയിൽ ഇൻക്ലൂഡഡ് ആണ്. ആൻറ്റിവൈറസ് ടൂൾ മാത്രമായിട്ട് ഡൗൺലോഡ് ചെയ്യുന്നത് ഫ്രീ ആണെങ്കിലും ടോട്ടൽ സെക്യൂരിറ്റി സൊല്യൂഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബണ്ടിലായിട്ട് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ സാധാരണ പെയ്ഡ് ആണ്. പക്ഷേ ബാക്കിയുള്ള ടൂൾസും സോഫ്റ്റ്വെയർസും വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ പ്രൈസ് വളരെ കുറവാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് മെക്കഫയുടെ ടോട്ടൽ സെക്യൂരിറ്റിയാണ്. ഇതുവരെ ഞാൻ യൂസ് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് സെക്യൂരിറ്റി സർവീസ് തരുന്നത് മെക്കഫയാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ഒരു ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ, അതിനെ മാത്രം ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാതെ ഒരു ടോട്ടൽ സെക്യൂരിറ്റി ബണ്ടിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുക. കാരണം ടോട്ടൽ സെക്യൂരിറ്റി ബണ്ടിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വൈഡർ സർഫസിൽ സൈബർ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ കിട്ടുകയും നമ്മളെയും നമ്മുടെ ഡേറ്റയും പലതരം സൈബർ അറ്റാക്കുകളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനും പറ്റും. ഞാൻ യൂസ് ചെയ്യുന്ന സൈബർ സെക്യൂരിറ്റി ടോട്ടൽ സൊല്യൂഷൻ ബണ്ടിലിൻ്റെ ലിങ്ക്, മെക്കഫെ ടോട്ടൽ സെക്യൂരിറ്റി ഡൗൺലോഡ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനിയും ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള സൈബർ സെക്യൂരിറ്റി വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.